ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും ഒരു ക്രിസ്മസ് കാലത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലായിരിക്കുവാനുമുള്ള ദിനങ്ങൾ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങാം ദൈവത്തിൻ്റെ ആ കൃപയിലേക്ക് തിരിച്ചു വരാനായിട്ട്. ദ ബ്രിഡ്ജ് എന്ന് പറയുന്ന മനോഹരമായ ഒരു ഷോർട്ട് ഫിലിമുണ്ട്. ഇതൊരു അപ്പൻ്റെയും മകൻ്റെയും കഥയാണ്. ഈ ഷോർട്ട് ഫിലിമിലെ അപ്പൻ്റെ ജോലി, അദ്ദേഹം റെയിൽവേസിലെ ഒരു ബ്രിഡ്ജ് ഓപ്പറേറ്ററാണ്. ചെറിയ കപ്പലുകൾ വരുമ്പോൾ പാലം തുറക്കുകയും കപ്പലുകൾ കടന്നു പോകുമ്പോൾ ട്രെയിനിൻ്റെ വരവിനായിട്ട് പാലം താഴ്ത്തുകയും ചെയ്യുന്ന ജോലി. ഈ മനുഷ്യന് ഒരു കുഞ്ഞു മകനുണ്ട്. അദ്ദേഹത്തിന് ആകെ കൂടെ ഉണ്ടായിരുന്നത് ആ ഒരു മകൻ മാത്രമാണ്. ഏറ്റവും നന്നായിട്ട് അവർ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. പരസ്പരം സ്നേഹിച്ചും കളിച്ചുമൊക്കെ അവരുടെ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. അന്നേ ദിവസം പതിവ് പോലെ ഈ അപ്പനും മകനും അദ്ദേഹത്തിൻ്റെ ജോലിക്കായിട്ട് ബ്രിഡ്ജ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് ലഭിച്ച ഇൻഫോർമേഷൻ അനുസരിച്ച് ഈ മനുഷ്യൻ പാലം പൊക്കുന്നു, ചെറിയ കപ്പൽ കടന്നു പോകാനായിട്ട്. എന്നാൽ അദ്ദേഹത്തിന് അന്ന് ലഭിച്ചത് തെറ്റായ ഒരു ഇൻഫോർമേഷൻ ആയിരുന്നു. അദ്ദേഹം പാലം തുറന്നു കഴിഞ്ഞ് നടന്ന് വേറെ എവിടെയോ പോകുന്നുണ്ട്. ആ സമയം ഈ ചെറിയ മകൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുഞ്ഞ് ഈ ഒരു കാഴ്ച കാണുന്നു, ട്രെയിൻ അകലെ നിന്ന് വരുന്നത്. അപ്പൻ ചെയ്യുന്ന ജോലി കണ്ടിരുന്ന അവൻ ഓടിയ എമർജൻസി ലിവറിലേക്ക് പോകുന്നു പാലം താഴ്ത്താനായിട്ട്. എന്നാൽ ഈ ശ്രമത്തിനിടയിൽ ആ കുഞ്ഞ് പാലത്തിനിടയിലേക്ക് വീഴുന്നു. ഇത് ദൂരെ നിന്ന് കാണുന്ന അപ്പൻ ഉറക്കെ നിലവിളിക്കുന്നുണ്ട് ആ കുഞ്ഞിനോട് തിരിച്ചു വരാനായിട്ട്. പക്ഷേ അപ്പോൾ അത് വൈകിക്കഴിഞ്ഞിരുന്നു. ആ കുഞ്ഞ് ആ പാലത്തിനിടയിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. ഇനി അപ്പൻ്റെ മുമ്പിലുണ്ടായിരുന്നത് രണ്ട് വഴികളാണ്. ഒന്നില്ലെങ്കിൽ ആ പാലം തുറന്ന് കുഞ്ഞിനെ രക്ഷിക്കുക, അല്ലെങ്കിൽ ആ പാലത്തിൻ്റെ ഇടയിൽ ഞെരിഞ്ഞമർന്ന് അവൻ കൊല്ലപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കുക. എന്നാൽ ആ ഒരു അവസരത്തിൽ ആ കപ്പൻ ധീരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നു. പാലം താഴ്ത്തി ആ ട്രെയിൻ കടന്നു പോകാനായിട്ട് അദ്ദേഹം അവസരമൊരുക്കുന്നു. ആ ട്രെയിനിലെ ആയിരക്കണക്കിന് മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ആ മനുഷ്യൻ തീരുമാനമെടുക്കുന്നു. എന്നാൽ ഇതിന് പകരമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നത് തൻ്റെ ആ മകൻ്റെ ജീവൻ തന്നെയായിരുന്നു. ഈ ഒരു ശ്രമത്തിനിടയിൽ ആ കുഞ്ഞ് ആ പാലത്തിനിടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് മരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വിലപ്പെട്ടതിനെ, അദ്ദേഹത്തിൻ്റെ ജീവന്റെ ജീവനായ ആ മകനെ അദ്ദേഹത്തിന് അറിയാത്ത ഈ മനുഷ്യർക്ക് വേണ്ടി ബലി നൽകുന്നു. ആ കൂട്ടത്തിൽ നല്ലവരുണ്ടായിരുന്നു, ചീത്ത മനുഷ്യരുണ്ടായിരുന്നു, സ്വാർത്ഥരുണ്ടായിരുന്നു, മദ്യപാനികളുണ്ടായിരുന്നു, ലഹരിക്ക് അടിമപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാവരെയും ഈ മനുഷ്യൻ രക്ഷിക്കുന്നു. ആ കുഞ്ഞിനെ ബലി നൽകി. ഇത് തന്നെയാണ് നമ്മുടെ അപ്പനും ചെയ്തത്, നമ്മുടെ ദൈവവും ചെയ്തത്. ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ട തൻ്റെ ഏകജാതനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സ്വന്തം അപ്പൻ ബലി നൽകി. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഉത്സവമാണ് ക്രിസ്മസ്. നമുക്ക് വേണ്ടി ഏറ്റവും വിലപ്പെട്ടതിനെ, നമുക്ക് വേണ്ടി ഏറ്റവും സ്നേഹിക്കപ്പെട്ടതിനെ നമ്മുടെ ദൈവം നൽകി. ദൈവപുത്രൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറവി ചെയ്തു. ഈ ഒരു തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആ സ്നേഹത്തെയാണ്, ത്യാഗത്തെയാണ്. ഈ ദിനങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിന് പകരം നൽകാനായിട്ട്. അത്രയും വിലപ്പെട്ടത് നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ എന്ത് ചെയ്താലും അതിന് പകരം ആവുകയുമില്ല. എന്നാൽ നമ്മുടെ ദൈവം, നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ദൈവത്തെ ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കുക, എല്ലാത്തിനുപരിയായിട്ട് ദൈവത്തിന് വില നൽകുക.
പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരുങ്ങാം. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്. നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ തെറ്റായ ദിശയിലാണ് നീങ്ങുന്നതെങ്കിൽ വീണ്ടും തിരിച്ചു വരാം ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലേക്ക്. കാരണം അവിടെയാണ് ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുന്നത്. നമുക്ക് വേണ്ടി ബലിയായി മാറിയ, നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും അല്ലാതായി മാറിയ ഈശോയുടെ ആ സ്നേഹത്തെ പ്രതി നമുക്ക് അവനോടൊപ്പമായിരിക്കാം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം ഈ ദിവസങ്ങളിൽ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.